ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫോൺ ലാബ്. ഇന്ന് നമ്മൾ വാട്സാപ്പിലെ ചാറ്റും ഡാറ്റയും എങ്ങനെ ഓഫ്ലൈനായിട്ട് ബാക്കപ്പ് ചെയ്യാം എന്നതിനെ പറ്റി ഒരു കൊച്ചു ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ മൊബൈൽ ഡാറ്റയും വൈഫൈയും ഓഫ് ചെയ്യണം. അത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫോൺ സ്റ്റോറേജിൽ വാട്സാപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ലൊക്കേറ്റ് ചെയ്യുക. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഫയൽസ് ഉണ്ടാവും നിങ്ങളുടെ ഫോണിൽ മിക്കവാറും. അതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതുകൊണ്ട് നിങ്ങളുടെ ചാറ്റ് മൊത്തം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു കുഴപ്പമില്ല, ഞാൻ ഗ്യാരണ്ടി. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സിലോട്ട് പോവുക, ഓപ്ഷൻസ് എടുക്കുക, സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചാറ്റ് ബാക്കപ്പ് എടുത്തതിന് ശേഷം ബാക്കപ്പ് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് ഓഫ് ആക്കി വെക്കുന്നത് ഓൺലൈൻ ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവിലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബാക്കപ്പ് കഴിയുമ്പം ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നമ്മൾ നേരത്തെ എടുത്ത ഫോൾഡറിൽ ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്നുണ്ടാവും. ഈ ഫയൽ നമ്മൾ റീസെറ്റ് ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ പുതിയൊരു ഫോണിലേക്ക് മാറുന്നതിന് മുൻപോ നമ്മൾ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ USB വഴി PC-യിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് ട്രാൻസ്ഫർ ഫയൽസ് കൊടുത്തിട്ട് ആ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഏറ്റവും താഴോട്ട് പോയാൽ വാട്സപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ കിട്ടും. ആ ഫോൾഡറിൽ ഡാറ്റാബേസസ്, മീഡിയ, ഈ രണ്ട് ഫോൾഡറും നമ്മൾ കോപ്പി ചെയ്യണം. ഈ ഡാറ്റാബേസിൽ ഈ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ മൊത്തം ബാക്കപ്പ് ആയിട്ടുണ്ട്. മീഡിയ എന്നതിലാണ് നമുക്ക് കിട്ടുന്ന വാട്സപ്പ് ഇമേജസ്, വാട്സപ്പ് ഓഡിയോ, വാട്സപ്പ് വീഡിയോ, ഇതെല്ലാം ആ ഫോൾഡറിലാണുള്ളത്. അതിനുശേഷം നിങ്ങൾ പുതിയ ഫോൺ എടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണൊന്ന് റീസെറ്റ് ചെയ്യുകയോ എന്തുകൊണ്ടെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ശേഷം സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക, എല്ലാം റെഡിയാക്കുക. എന്നിട്ട് പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. വാട്സപ്പിൽ നിന്ന് സെർച്ച് ചെയ്യുക, വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വാട്സപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. പക്ഷേ നിങ്ങളിപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യരുത്. ബാക്ക് അടിക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് പോവുക. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓൾറെഡി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പുതിയ ഫോണിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. വാട്സപ്പ് എന്ന് പറഞ്ഞ പേരിൽ W ആൻഡ് A. അതിനുശേഷം PC ആയിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ബാക്കപ്പ് ചെയ്ത് വെച്ച ഡാറ്റാബേസസ്, മീഡിയ എന്ന് പറഞ്ഞ ഈ ഫോൾഡറുകളിൽ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞ ഫോൾഡർ മാത്രം നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തിടാം. മീഡിയ ഇപ്പോൾ കോപ്പി ചെയ്യുന്നില്ല, അതെന്തുകൊണ്ടെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ വാട്സപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിലേക്ക് ലോഗിൻ ചെയ്യുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം, SMS വരും. അതിനുശേഷം അവർ പെർമിഷൻസ് ചോദിക്കും, അതൊന്ന് ജസ്റ്റ് അഗ്രി ചെയ്തുകൊണ്ട്. അതിനുശേഷം നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജ് വരും. അവിടെ റീസ്റ്റോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജസിൻ്റെ ഡാറ്റ എല്ലാം പുതിയ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ പുതിയ ഫോണിലേക്ക് റീസ്റ്റോർ ആയിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ സെൻഡ് ചെയ്ത വാട്സപ്പ് ഇമേജ് അതൊന്നും നമ്മുടെ ഫോണിൽ ഇപ്പോൾ എടുത്താൽ കിട്ടില്ല. ബിക്കോസ് നമ്മൾ നേരത്തെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഫോൾഡർ മാത്രമാണ് റീസ്റ്റോർ ചെയ്തപ്പോൾ കോപ്പി ചെയ്തത്. അതിന് പരിഹാരമായിട്ട് ഫോൺ PC-യിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം മീഡിയ എന്ന് പറഞ്ഞ ഫോൾഡർ സെയിം പാത്തിലേക്ക് കോപ്പി ചെയ്തിടാം. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ വാട്സാപ്പിലേക്ക് കോപ്പി ചെയ്തിടാം. നമ്മളിത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്ന് വെച്ചാൽ, നമുക്കറിയാം ദിവസവും വാട്സപ്പ് ഇമേജസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും നമുക്ക് 100 കണക്കിന് മെസ്സേജസ് ആയിരിക്കും വരുന്നത്. അതെല്ലാം റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിലുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സ് ഒരുപാട് ടൈം എടുക്കുമെന്ന് മാത്രമല്ല, അത് ഫെയിൽ ആവാനും കൂടിയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം. റീസ്റ്റോർ പ്രോസസ്സ് സക്സസ് ആവും നമുക്ക് ഉറപ്പ് വരുത്തുകയും ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആവശ്യമാണ്. സോ കമന്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ ആൻഡ് അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.